ജലം, വായു എന്നിവ പോലെ തന്നെ ഉയർന്ന പാരിസ്ഥിതിക സാമ്പത്തിക മൂല്യമുള്ള പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത പരിമിതമായ പ്രകൃതി വിഭവമാണ് മണ്ണ്. അപക്ഷയം സംഭവിച്ച പാറത്തരികളും ജൈവപദാർത്ഥങ്ങളും ചേർന്ന മിശ്രിതം. ഭൂമിയിൽ ഇന്ന് കാണപ്പെടുന്ന മണ്ണുണ്ടാകുന്നതിന് അനേക കോടി വർഷങ്ങൾ വേണ്ടി വന്നിട്ടുണ്ടാകും. ഭൗതികവും രാസപരവും ജൈവപരവുമായ അപക്ഷയ പ്രക്രിയകൾ വഴിയാണ് പാറകൾക്ക് വിഘടനം സംഭവിക്കുന്നത്. പാറത്തരികളിൽ ജൈവാംശങ്ങൾ കലർന്ന് നല്ല മണ്ണ് രൂപപ്പെടുന്നു. മണ്ണ് രൂപപ്പെടുന്ന പ്രക്രിയയാണ് പെഡോജനസിസ് എന്നറിയപ്പെടുന്നത്. മണ്ണിലെ 5% വരുന്ന ജൈവാംശങ്ങൾ മണ്ണിനെ സജീവമാക്കുന്നതിൽ സുപ്രധാന പങ്കാണ് വഹിക്കുന്നത്. മൈക്രോഫൗന, മെസോഫൗന, മാക്രോഫൗന എന്നീ വിഭാഗങ്ങളിൽപ്പെടുന്ന ഒരു ജീവജാലം തന്നെ മണ്ണിൽ നിലനിൽക്കുന്നുണ്ട്. ഇവയ്ക്കിടയിൽ തന്നെ ഒരു ഭക്ഷ്യശൃംഖലയും കാണാം. മണ്ണിലെ ജൈവ സാന്നിധ്യത്തിൽ 70% സൂക്ഷ്മജീവികളും 22% സ്ഥൂല ഫൗനകളും 8% വേരുകളുമാണ്. മണ്ണിലെ ജൈവാംശത്തെ പൊതുവായി ഹ്യൂമസ് എന്ന് വിളിക്കാം. മണ്ണിലെത്തുന്ന സസ്യ ജന്തു അവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൻ്റെ ഭാഗമാക്കി തീർക്കുന്നത് സൂക്ഷ്മജീവികളാണ്. 5% ഹ്യൂമസ് അടങ്ങുന്ന മണ്ണിനെയാണ് ആരോഗ്യമുള്ള മണ്ണ് എന്ന് വിശേഷിപ്പിക്കുന്നത്. മണ്ണിൻ്റെ ഉൽപാദനക്ഷമതയും മറ്റ് പാരിസ്ഥിതിക ധർമ്മങ്ങളുടെ നിർവഹണവും നിർണ്ണയിക്കുന്നതിൽ ഹ്യൂമസിൻ്റെ പങ്ക് വളരെ വലുതാണ്. ഫലഭൂയിഷ്ഠമായ മണ്ണാണ് സസ്യവളർച്ചയ്ക്ക് ആവശ്യം. ജൈവാംശങ്ങൾക്ക് പുറമെ 17 അവശ്യ മൂലകങ്ങൾ കൂടി ലഭ്യമായാലേ ചെടികളുടെ ആരോഗ്യം ഉറപ്പുവരുത്താനാകൂ. ഈ മൂലകങ്ങൾ ശരിയായ അളവിലും സമയത്തും അനുപാതത്തിലും നൽകുന്നതിന് പര്യാപ്തമായ മണ്ണിനെ ഫലപുഷ്ടിയുള്ളതായി പരിഗണിക്കാം. സൂക്ഷ്മ മൂലകങ്ങളുടെ ലഭ്യതയും മണ്ണിലെ ജീവജാലങ്ങളുടെ പ്രവർത്തനം വഴി ഉണ്ടാകുന്നു. മണ്ണിൽ ധാരാളം ശൂന്യ സ്ഥലങ്ങളുണ്ട്. 50% വരുന്ന ഈ ഭാഗത്താണ് വായുവും ജലവും നിറയുന്നത്. മണ്ണിലെ 45% ധാതുപദാർത്ഥങ്ങളാണ് പാറകളുടെ ശിഥിലീകരണം വഴി വന്നു ചേർന്നിട്ടുള്ളത്. മഴവെള്ളം മണ്ണിലേക്ക് എളുപ്പത്തിൽ ഇറങ്ങാനുതകുന്ന ഘടന, മണ്ണിലിറങ്ങിയ വെള്ളം തരികൾക്കിടയിൽ സംഭരിക്കുന്നതിനും സസ്യങ്ങൾക്കും മറ്റ് ജീവജാലങ്ങൾക്കും ലഭ്യമാക്കുന്നതിനുമുള്ള കഴിവ് എന്നിവയെ ആശ്രയിച്ചാണ് മണ്ണിൻ്റെ ഭൗതിക ആരോഗ്യം. മണ്ണിനെ ഇതിന് പ്രാപ്തമാക്കുന്നത് ഘടന, രചന, സാന്ദ്രത, ജൈവാംശം, സൂക്ഷ്മജീവികൾ എന്നീ ഘടകങ്ങളാണ്. രചന അടിസ്ഥാനമാക്കി മണ്ണിനെ 3 തരങ്ങളായി തിരിച്ചിട്ടുണ്ട്. എല്ലാ മൺതരങ്ങളുടെയും പ്രധാന ഭൗതിക ഘടകം പാറത്തരികളാണ്. എന്നാൽ അവയുടെ വലിപ്പം അടിസ്ഥാനപ്പെടുത്തി മണ്ണിനെ മണൽ മണ്ണ്, ചെളിമണ്ണ്, കളിമണ്ണ് എന്നിങ്ങനെ തിരിക്കാം. തരികളുടെ വലിപ്പമാണ് മണ്ണിൻ്റെ പശ്ചിമരാശി നിർണ്ണയിക്കുന്നത്. മണലിന് പശ്ചിമരാശി കുറവും കളിമണ്ണിന് കൂടുതലുമാണല്ലോ. മൂന്നിനം മണ്ണുകളും നിശ്ചിത അനുപാതത്തിൽ കലർത്തിയെടുക്കുന്ന മണ്ണാണ് കൃഷിക്ക് ഏറ്റവും അനുകൂലം.
ഇത്തരം മണ്ണിനെ പശ്ചിമരാശി മണ്ണ് അഥവാ ലോം എന്ന് പറയുന്നു. പശ്ചിമരാശി മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നിർണ്ണയിക്കുന്നത് കളിമണ്ണിന്റെ അനുപാതമാണ്. കളിമണ്ണിന്റെ ചെറുതരികൾക്ക് മറ്റു മൺതരികളെ ചേർത്ത് നിർത്താൻ കഴിയുന്നതിനാൽ മണ്ണൊലിപ്പിനെ പ്രതിരോധിക്കുന്നു. മണൽ മണ്ണിലെ വലിയ തരികൾ ജലത്തിന്റെ കിനിഞ്ഞിറങ്ങലിന് സഹായകമാകുന്നു. മണ്ണിൽ ധാതുക്കളോ ജൈവ പദാർത്ഥങ്ങളോ അല്ലാതെ ജലമോ വായുവോ ഉൾക്കൊള്ളുന്ന ഭാഗമാണ് ശൂന്യസ്ഥലം. തരികൾക്കിടയിലുള്ള ഈ സ്ഥലം സുഷിരങ്ങൾ നിമിത്തം രൂപപ്പെട്ടതാണ്. 3 തരം മണ്ണിലും സുഷിരങ്ങളുടെ വലിപ്പം വ്യത്യസ്തമായിരിക്കും. സാധാരണ മണ്ണിൽ 50% ഭാഗമാണ് ഇത്തരത്തിൽ കാണപ്പെടുക. മണ്ണിലെ സുഷിരങ്ങളിലൂടെയാണ് മഴവെള്ളം അരിച്ചിറങ്ങുന്നത്. അരിച്ചിറങ്ങൽ നിരക്കിനെ പ്രവേശ്യത എന്ന് പറയുന്നു. സുഷിരങ്ങളുടെ വ്യത്യാസം നിമിത്തം 3 തരം മണ്ണിലും കിനിഞ്ഞിറങ്ങൽ നിരക്ക് വ്യത്യസ്തമായിരിക്കും. ജൈവവസ്തുക്കൾ ജീർണിക്കുന്നതിന്റെ ഫലമായി പുറത്തുവരുന്ന മീഥെയ്ൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ എന്നിവ മണ്ണിലെ ശൂന്യസ്ഥലത്ത് സംഭരിക്കപ്പെടുന്നു. ചെടികൾക്ക് ആവശ്യമായ ഓക്സിജൻ ലഭ്യമാകുന്നത് ഈ ശേഖരത്തിൽ നിന്നാണ്. മണ്ണിന്റെ സുപ്രധാന പാരിസ്ഥിതിക ധർമ്മമാണ് കാർബൺ സംഭരണം. മണ്ണിലെത്തുന്ന ജൈവാവശിഷ്ടങ്ങളെ സൂക്ഷ്മജീവികൾ അവയുടെ ഊർജാവശ്യത്തിനായി വിഘടിപ്പിക്കുന്നു. ഈ പ്രക്രിയയിലൂടെ തന്നെയാണ് സസ്യങ്ങൾക്ക് ആവശ്യമായ പോഷകങ്ങളും ലഭിക്കുന്നത്. വിഘടനത്തിന് വിധേയമാകാത്ത ക്ലേദം അഥവാ ഹ്യൂമസ് കാർബൺ അടങ്ങിയതാണ്. ഇവയുടെ അളവിനെ മണ്ണിലെ കാർബൺ സംഭരണത്തിന്റെ തോതായി കണക്കാക്കാം. ഹ്യൂമസിന്റെ അളവ് മണ്ണിന്റെ ആരോഗ്യം നിർണ്ണയിക്കുന്ന ഘടകമാണ്. മാത്രമല്ല മണ്ണിലെ ജൈവാംശം ഭാവിയിലെ ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പ് ഉറപ്പുവരുത്തുന്ന ഊർജ സ്രോതസ്സാണ്. ജീർണ ജൈവാംശത്തിന്റെ സാന്നിധ്യം പോലെ തന്നെ ഫലഭൂയിഷ്ഠത നിർണ്ണയിക്കുന്ന പ്രധാന ഘടകമാണ് മണ്ണിലെ pH അടിസ്ഥാനമാക്കി മണ്ണ് അമ്ലഗുണമുള്ളതാണോ ക്ഷാരഗുണമുള്ളതാണോ എന്ന് തിട്ടപ്പെടുത്താം. സാധാരണയായി ഹൈഡ്രജന്റെയും അലുമിനിയത്തിന്റെയും പോസിറ്റീവ് ചാർജുള്ള അയോണുകളുടെ സാന്നിധ്യമാണ് മണ്ണിന്റെ അമ്ലത്വത്തിന് കാരണം. ഇത്തരം മണ്ണിന്റെ pH മൂല്യം 7 കുറവായിരിക്കും. pH 7 കൂടുതലുള്ള മണ്ണ് ക്ഷാരഗുണമുള്ളതാണ്. കൃഷി ചെയ്യുന്ന മണ്ണിലെ അമ്ലഗുണം കുറയ്ക്കുന്നതിന് കുമ്മായം ചേർത്ത് കൊടുക്കുന്നു. മണ്ണിന്റെ ഉപരിതലത്തിൽ നിന്നും താഴേക്കുള്ള മണ്ണിന്റെ പരിച്ഛേദമാണ് മണ്ണടുക്കുകൾ. 5 മണ്ണടുക്കുകളാണ് കണ്ടുവരുന്നത്. ഏറ്റവും മുകളിലുള്ള അടുക്കാണ് ഓർഗാനിക് ഹൊറൈസൺ. തുടർന്ന് താഴോട്ടുള്ള 4 അടുക്കുകളും ധാതുമണ്ഡലങ്ങളാണ്. ഏറ്റവും താഴെയുള്ള അടുക്ക് തീരെ അപക്ഷയത്തിന് വിധേയമാകാത്ത പാറയാണ്. ഭൗമോപരിതലത്തിൽ 6 മുതൽ 9 ഇഞ്ച് വരെ ആഴത്തിലുള്ള പോഷക സമ്പുഷ്ടമായ മേൽമണ്ണ് ഒഴുകിപ്പോകുന്നതാണ് മണ്ണൊലിപ്പ്. ചരിവുള്ള ഭൂമി, ശക്തമായ മഴ എന്നിവ മണ്ണൊലിപ്പിന്റെ തോത് വർദ്ധിപ്പിക്കുന്നു. കാറ്റുമുഖേനയും ഇത് സംഭവിക്കാം.
മണ്ണിന്റെ ഉൽപാദനക്ഷമതയെയും ജലസംഭരണശേഷിയെയും മണ്ണൊലിപ്പ് ദോഷകരമായി ബാധിക്കുന്നു. മണ്ണിലെ സൂക്ഷ്മ മൂലകങ്ങൾ ഒഴുകിപ്പോകുന്നതോടെ കാർഷിക ഉൽപാദന ചെലവ് വർദ്ധിക്കുന്നതിന് ഇടയാക്കുന്നു. ജനപ്പെരുപ്പം, അശാസ്ത്രീയ കൃഷിരീതികൾ, മലിനീകരണം, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങി നിരവധി കാരണങ്ങൾ കൊണ്ടാണ് മണ്ണിന്റെ ഘടന തകർന്നുകൊണ്ടിരിക്കുന്നത്. ഭൂമിയുടെ നിലനിൽപ്പ് മണ്ണ്, വെള്ളം എന്നിവയുടെ പാരസ്പര്യത്തിൽ അധിഷ്ഠിതമാണ്. ഭൗമോപരിതലത്തിലെ സുപ്രധാന ജലസംഭരണിയാണ് മണ്ണ്. മഴവെള്ളത്തെ മണ്ണിലിറക്കി വർഷം മുഴുവൻ ജലാവശ്യം നിറവേറ്റാനുതകുന്ന ഇടപെടലിനെയാണ് ജലസംരക്ഷണം എന്ന് പറയുന്നത്. ഭൂമിയിൽ അനേകം കോടി സസ്യജന്തുജാലങ്ങളിലെ ജീവന്റെ തുടിപ്പിനെ നിലനിർത്തുന്ന വിഭവമാണ് മണ്ണ്. മണ്ണിന്റെയും ജലത്തിന്റെയും അനുകൂലതയാണ് ഭൂമിയിലെ ജൈവസമ്പത്തിന് നിദാനം.